ചിറയമണ്ഡം ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഒരു പാഠഭാഗമാണ് ആരംഭിക്കുന്നത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അതിൽ ആദ്യമായിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം അവയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ നമ്പർ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം 0 മുതൽ 9 വരെയുള്ള 9 ഡിജിറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. അവയുടെ വേരിയസ് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ സർക്യൂട്ടുകൾ ഡെസിമൽ നമ്പർ സിസ്റ്റം പ്രോസസ്സ് ചെയ്യില്ല. പകരം ഉപയോഗിക്കുന്നത് ബൈനറി നമ്പേഴ്സാണ്. ബൈനറി നമ്പേഴ്സിൽ 2 നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, 0 അതുപോലെ 1. ഈ ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ കോഡുകൾ നിർമ്മിക്കുന്നത്. ഡിജിറ്റൽ കോഡുകളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. പക്ഷെ ലാർജർ ഡെസിമൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ബൈനറി നമ്പേഴ്സുമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെ ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബൈനറി നമ്പേഴ്സിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റങ്ങളാണ് ഒക്ടൽ, ഹെക്സാഡെസിമൽ, ബൈനറി കോഡഡ് ഡെസിമൽ എന്നിവ. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 1 അതുപോലെ 0 എന്നീ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യാൻ, ഈ കമ്പ്യൂട്ടേഴ്സിന് അവ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം അതിന് പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അവ 0 മുതൽ 9 വരെയുള്ള 10 ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ബേസ് 10 ആണ്, അല്ലെങ്കിൽ റാഡിക്സ് 10 ആണ്. 10 ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഡെസിമൽ നമ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. പൊസിഷൻ, നൊട്ടേഷൻ ആൻഡ് വെയിറ്റേജ്. നമ്മളൊരു ഡെസിമൽ ഇൻറ്റിജറിനെ എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റ്, ടെൻസ്, 100, 1000 ആ രൂപത്തിലാണ്. അതായത് 1, 10, 100, 1000 സോ ഓൺ. അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 1967 അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1000 പ്ലസ് 900 പ്ലസ് 60 പ്ലസ് 7. ഇനി നമുക്കതിനെ 10ൻ്റെ പവേഴ്സിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് 10ൻ്റെ പവേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. 10⁻0 ദാറ്റ് ഈസ് 1. അപ്പോൾ 1ൻ്റെ സ്ഥാനത്തുള്ളത് 7 ആണ്. 10⁻1 10, അതിൻ്റെ സ്ഥാനത്തുള്ളത് 6 ആണ്. 10⁻2 100, അതിൻ്റെ സ്ഥാനത്ത് 9 ആണ്. 10⁻3 അതായത് 1000, അതിൻ്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ നമുക്ക് 7 × 10⁻0 ദാറ്റ് ഈസ് ഇക്വൽ ടു 7. 6 × 10⁻1 സിക്വൽ ടു 60. 9 × 10⁻2 സിക്വൽ ടു 900. 1 × 10⁻3 സിക്വൽ ടു 1000. അപ്പോൾ ഇവ കൂട്ടിയാൽ നമുക്ക് 1967 എന്ന് ലഭിക്കും. അതായത് 1967 നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം: 1 × 10⁻3. ഡെസിമൽ നമ്പേഴ്സ് പൊസിഷണൽ നൊട്ടേഷനുള്ള ഒരു നമ്പർ സിസ്റ്റത്തിന് ഉദാഹരണമാണ്. ഓരോ ഡിജിറ്റിനും ഓരോ വെയിറ്റേജ് ഉണ്ടാവും. അതിൻ്റെ വെയിറ്റേജ് ഒരു സീക്വൻസ് അനുസരിച്ചാണ് മാറുന്നത്. ഉദാഹരണത്തിന് 100ൽ തുടങ്ങുന്ന ഒരു സംഖ്യ അടുത്ത സംഖ്യ 101 ആയിരിക്കും, 102 ആയിരിക്കും, 103 ആയിരിക്കും. അങ്ങനെ 109 കഴിഞ്ഞാൽ പിന്നെ 110. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് ഒരു വെയിറ്റേജ് കൂടും. ആ രൂപത്തിലാണ് നമ്മൾ ഡെസിമൽ നമ്പറിൻ്റെ സിസ്റ്റം വരുന്നത്. അതിൻ്റെ വെയിറ്റേജ് വേരിയേഷൻ വരുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് മുതലാണ്. ഇതിൽ 103 എന്നുള്ള സംഖ്യയിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ 3 ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 1 ആണ്. സം ഓഫ് ഡിജിറ്റ്
മൾട്ടിപ്ലൈഡ് ബൈ ദെയർ വെയിറ്റേജ് ഗീവ്സ് ദി ടോട്ടൽ എമൗണ്ട് ബീയിങ് റെപ്രസെൻറ്റഡ്. നമ്മൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ കണ്ടു. ഈ ഒരു രൂപത്തിൽ നമുക്ക് ബൈനറി നമ്പേഴ്സിനെയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ 1010 അതിൻ്റെ ബേസ് 2 ആയാൽ അത് എന്ത് നമ്പറാണ്? ബൈനറി നമ്പറാണ്. ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആണ്. ഡെസിമലിൻ്റെ നമ്പർ ബേസ് 10 ആണ്. ബൈനറിയിൽ 1, 0 എന്നീ 2 ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് 2 ആണ്. ഇനി ഡെസിമലിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ 1010 എന്നുള്ള ഒരു ബൈനറി സംഖ്യനെ നമുക്ക് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് അനുസരിച്ച് ഈ 0 എന്നുള്ള പൊസിഷൻ്റെ വെയിറ്റേജ് 2/0, 1ൻ്റെ വെയിറ്റേജ് 2/1, 0 2/2, 1 2/3. അപ്പോൾ ഇതിനെ നമുക്ക് 1 × 2/3 പ്ലസ് 0 × 2/2 പ്ലസ് 1 × 2/1 പ്ലസ് 0 × 2/0 ദാറ്റ് ഈസ് ഇക്വൽ ടു 1 × 2/3 8 പ്ലസ് 0 പ്ലസ് 2 പ്ലസ് 0 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. അപ്പോൾ 1010 എന്നുള്ള ബൈനറി നമ്പറിനെ നമുക്ക് 10 എന്നുള്ള ഡെസിമൽ നമ്പർ കൊണ്ട് നമുക്ക് അത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ വാല്യൂസ് ഈക്വലാണ്. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സംഖ്യനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ ഒരു ബൈനറി നമ്പറിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി നമ്പറിൻ്റെ വാല്യൂ 11011101 അതിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്, ഈ ബൈനറി നമ്പറിൻ്റെ കേസിൽ നമ്മൾ ബിറ്റ് എന്ന് പറയും, അത് 1 ആണ്. അപ്പോൾ 1ൻ്റെ വെയിറ്റേജ് 2/0 ആണ്. ഈ 0യുടെ വെയിറ്റേജ് 2/1, 1ൻ്റെ വെയിറ്റേജ് 2/2, ഈ 1ൻ്റെ വെയിറ്റേജ് 2/3, അങ്ങനെ അതിൻ്റെ വെയിറ്റേജ് കൂടി വരും. അപ്പോൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് അതിൻ്റെ വെയിറ്റേജ് നമ്മൾ എടുക്കുമ്പോൾ 0, 2/0 പവറാണ് ഞാൻ പറയുന്നത്. 0 1 2 3 4 5 6 7. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് 2/7 ആയിരിക്കും. അപ്പോൾ 1 × 2/7 പ്ലസ് 1 × 2/6 പ്ലസ് 0 × 2/5 പ്ലസ് 1 × 2/4 പ്ലസ് 1 × 2/3 പ്ലസ് 1 × 2/2 പ്ലസ് 0 × 2/1 പ്ലസ് 1 × 2/0. ഇനി അതിൻ്റെ വാല്യൂസ് എടുത്താൽ 128 പ്ലസ് 64 പ്ലസ് 0 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 1. അപ്പോൾ നമുക്ക് ഈ 1101101 എന്നുള്ള ബൈനറി നമ്പറിനെ 221 എന്നുള്ള ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ രൂപത്തിലാണ് നമ്മൾ ബൈനറിയെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ പഠിച്ചു വെക്കണം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡെസിമൽ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. അതിൻ്റെ റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക. നമ്മൾ ഈ കോഷ്യൻ്റ് 0 ആവോളും ഹരിക്കണം. അപ്പോൾ നമുക്ക് 34 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 34നെ 2 കൊണ്ട് ഹരിച്ചു, 17 കിട്ടി. അപ്പോൾ സിസ്റ്റം 0. 17 വീണ്ടും 2 കൊണ്ട് ഹരിച്ചു, 8 കിട്ടി. സിസ്റ്റം 1. 8നെ 2 കൊണ്ട് ഹരിച്ചു, 4 കിട്ടി. സിസ്റ്റം 0. 4നെ 2 കൊണ്ട് ഹരിച്ചു, 2 കിട്ടി. റിമൈൻഡർ 0. 2നെ 2 കൊണ്ട് ഹരിച്ചു, 1 കിട്ടി. റിമൈൻഡർ 0. 1നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് സിസ്റ്റം 1 കിട്ടും, കോഷ്യൻ്റ് 0 കിട്ടും, പിന്നെ ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അവസാനം കിട്ടുന്ന റിമൈൻഡറാണ് എന്ത്? അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ആദ്യം കിട്ടിയ റിമൈൻഡറാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. അപ്പോൾ 34 നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇവിടുന്ന് മുകളിലോട്ട് എഴുതുക. അപ്പോൾ 100110 ദാറ്റ് ഈസ് ദി ഇക്വലൻ്റ്
ബൈനറി ഡിജിറ്റ്. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അവസാനം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ 34 എന്നുള്ള ഡെസിമൽ നമ്പറിന് നമുക്ക് 100010 എന്ന ബൈനറി നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ടേബിളിൽ 0 to 15 വരെയുള്ള ഡെസിമലും അതിൻ്റെ ഇക്വലൻ്റ് ബൈനറിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈനറി നമ്പേഴ്സിൽ വരുന്ന ആ ഒരു പ്രോഗ്രഷൻ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ അതിൽ 24 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 24 2 കൊണ്ട് ഹരിക്കുന്നു, നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ കോഷ്യൻ്റ് 12 കിട്ടും. 12നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക, റിമൈൻഡർ 0. കോഷ്യൻ്റ് 6, 6നെ 2 കൊണ്ട് ഹരിക്കുക, റിമൈൻഡർ 0. കോഷ്യൻ്റ് 3, 3നെ 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ കോഷ്യൻ്റ് 1 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. ഈ കോഷ്യൻറ്റിനെ 2 കൊണ്ട് വീണ്ടും ഹരിച്ചാൽ അത് തന്നെയാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ 1നെ നമുക്ക് MSB ആയിട്ട് എടുക്കാം. അപ്പോൾ ഇക്വലൻ്റ് ബൈനറി നമ്പർ 11000. ഓക്കെ. അഡീഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ്. ഇപ്പോൾ 0 + 0 0, ക്യാരി 0 ആയിരിക്കും. 1 + 0 = 1, ക്യാരി 0. 0 + 1 = 1, ക്യാരി 0. 1 + 1 = 0, പക്ഷേ ക്യാരി 1. ഒരു എക്സാമ്പിൾ നോക്കാം. 10 + 11. ഇതിൽ ഫസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റുകൾ നമ്മൾ LSBs തമ്മിൽ കൂട്ടുക. അപ്പോൾ 0 + 1 1, 1 + 1 = 0, പക്ഷെ ക്യാരി 1 ഉണ്ട്. അപ്പോൾ ക്യാരി എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റേജ് കൂടുതലായിരിക്കും. അപ്പോൾ 1 0 1, അപ്പോൾ 10 + 11 = 101. മറ്റൊരു എക്സാമ്പിൾ 111 + 101. അപ്പോൾ 1 + 1 = 0, ക്യാരി 1, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1 + 1 0, 0 + 0 0, പക്ഷേ 1 ക്യാരി ഉണ്ട്. 1 + 1 0, 1 ക്യാരി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ 0 + 1 1, ആ ക്യാരി താഴത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ 111 + 101 = 1100. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. 111 എന്ന് വെച്ചാൽ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് 7 ആണ്. 101 വെച്ചാൽ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് 5 ആണ്. അപ്പോൾ 7ഉം 5ഉം കൂട്ടുക, 12 കിട്ടും. 12നെ ബൈനറിയിലേക്ക് മാറ്റുക, അപ്പോൾ നമുക്ക് 1100 എന്ന് കിട്ടും. അപ്പോൾ നോക്കാം, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1011 + 1101. അപ്പോൾ 1 + 1 0, ക്യാരി 1. 1 + 1 0, ക്യാരി 1 കൊടുത്തു. 0 + 0 0, 1 + 0 1, 1 + 1 0, ക്യാരി 1. 1 + 1 0, ക്യാരി 1. 0 + 1 1, ആ ക്യാരീനെ എടുത്ത് എഴുതി. ദാറ്റ് ഈസ് 11000. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ 1011 നമുക്ക് അതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ 11, 1101 ഇക്വലൻ്റ് ഡെസിമൽ 13. അപ്പോൾ 11 + 13 = 24. 24ൻ്റെ ഇക്വലൻ്റ് ബൈനറി എടുക്കുക. അപ്പോൾ ദാറ്റ് വിൽ ബി 11000. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A മുതൽ F വരെയുള്ള ആൽഫബറ്റ്സുമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എയുടെ വാല്യൂ 10, B 11, C 12, D 13, E 14, F 15. അങ്ങനെ 16 ക്യാരക്ടേഴ്സാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16 ആണ്, അല്ലെങ്കിൽ റാഡിക്സ് 16 ആണ്.
ഈ നമ്പർ സിസ്റ്റം ഒരു ആൽഫ ന്യൂമറിക് നമ്പർ സിസ്റ്റമാണ്. ആൽഫബറ്റ്സും ന്യൂമറിക്കൽ നമ്പേഴ്സും യൂസ് ചെയ്യുന്നു. ദി സിസ്റ്റം ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൽ പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഇത്. കാരണം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റമാണ്. പക്ഷേ വലിയ നമ്പേഴ്സിൻ്റെ ഇക്വലൻ്റ് ബൈനറി എന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാമറെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2, 3 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പർ, അതിൻ്റെ ബേസ് 16 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിനെ നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റിൻ്റെ വെയിറ്റേജ് 16⁻0. അതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്പറിൻ്റെ വെയിറ്റേജ് 16⁻1. അപ്പോൾ 2, 3 നമ്പറിന് നമുക്ക് 16⁻1 × 2 പ്ലസ് 16⁻0 × 3. ദാറ്റ് ഈസ് ഇക്വൽ ടു 16⁻1 × 2 16 × 2 ഇക്വൽ ടു 32. 16 × 3 ദാറ്റ് ഈസ് 16⁻0 എന്ന് വെച്ചാൽ 1 × 3 3. 32 + 3 35. അപ്പോൾ 2, 3 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ 35 ആയിരിക്കും. ഇനി 2C എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 16⁻1 × 2 പ്ലസ് 16⁻0 × സിയുടെ ഇക്വലൻ്റ് നമ്പർ 12 ആണ്. അപ്പോൾ 16⁻2 ഇക്വൽ ടു 32 പ്ലസ് 12 ദാറ്റ് ഈസ് ഇക്വൽ ടു 44. 0 മുതൽ F വരെയുള്ള ഹെക്സാഡെസിമൽ നമ്പർ, അതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ, ഇക്വലൻ്റ് ബൈനറി എന്നിവ ഈ ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ പറഞ്ഞു. ഇനി ഡെസിമലിനെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 16 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 432 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 432നെ 16 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് 27 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ 27നെ 16 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 27 16 ഒരു പ്രാവശ്യം പോവും, നമുക്ക് റിമൈൻഡർ 11 കിട്ടും. അപ്പോൾ ഈ 1നെ 16 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ നമുക്ക് 1 കിട്ടുക. അപ്പോൾ ഈ 1നെ നമുക്ക് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ നമ്പർ 1, 11 അതിൻ്റെ ആൽഫബറ്റ് B 0. അപ്പോൾ 1B 0 ആയിരിക്കും ഈ 432ൻ്റെ ഇക്വലൻ്റ് ഹെക്സാഡെസിമൽ. ഇനി നമുക്ക് 512നെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 512നെ 16 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം നമുക്ക് 0 കിട്ടും, കോഷ്യൻ്റ് 32 കിട്ടും. 32നെ 16 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 0 കിട്ടും, കോഷ്യൻ്റ് 2 കിട്ടും. 2നെ 16 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം 2 തന്നെ ആയിരിക്കും. അതുകൊണ്ട് 2നെ MSB ആയിട്ട് എടുക്കാം. അപ്പോൾ 200. അപ്പോൾ 512 എന്നുള്ള ഡെസിമൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ഹെക്സാഡെസിമൽ നമ്പർ 200 ആയിരിക്കും. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 223A എന്നുള്ള ഹെക്സാഡെസിമലിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെയും പൊസിഷണൽ വെയിറ്റേജ് എടുക്കുക. A അതിൻ്റെ വെയിറ്റേജ് 16⁻0, 16⁻1, 16⁻2, 16⁻3. അപ്പോൾ 2 × 16⁻3 പ്ലസ് 2 × 16⁻2 പ്ലസ് 3 × 16⁻1 പ്ലസ് A × 16⁻0. അപ്പോൾ 2 ×
16/3 4096 പ്ലസ് 2 × 256 പ്ലസ് 3 × 16 പ്ലസ് എയുടെ ഇക്വലൻ്റ് നമ്പർ 10 10 × 1. അപ്പോൾ അത് നമുക്ക് കൂട്ടുന്ന സമയത്ത് 8762 എന്ന് കിട്ടും. ഇതാണ് 223A എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ നമ്പർ. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും ഒരു 4-ബിറ്റ് ബൈനറി ഇക്വലൻ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2F9A എന്നുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ A എന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ വാല്യൂ 10 ആണ്. അപ്പോൾ 10ൻ്റെ ഇക്വലൻ്റ് 4 ഡിജിറ്റ് ബൈനറി 1010, 9ൻ്റെ 1001, എഫ് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് 1111 20010. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതിയാൽ ഇക്വലൻ്റ് ബൈനറി ആയി. ഇനി BCD4 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 4 അതിൻ്റെ 4-ബിറ്റ് ബൈനറി ഇക്വലൻ്റ് 0100, D 1101, C 1100, B 1011. അപ്പോൾ BCD4 ഹെക്സാഡെസിമൽ ഈക്വൽ ടു 1011 1100 1101 0100. ഓക്കെ, ഈ രൂപത്തിലാണ് ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ പോലത്തെ ഒരു നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 8 ആണ്. അപ്പോൾ ബേസ് 8 ഉള്ള നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ്, ഡിജിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഒക്ടൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ ഇക്വലൻ്റ് 3-ബിറ്റ് ബൈനറി നമ്പേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. നമുക്ക് ടേബിൾ നോക്കാം. ഡെസിമൽ 0 അതിൻ്റെ 3-ബിറ്റ് ബൈനറി 000, അതിൻ്റെ ഒക്ടൽ 0. അപ്പോൾ 0 എന്നുള്ള ഒക്ടൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ബൈനറി 000 ആണ്. 1 എന്നുള്ള ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി 001 ആണ്. 2 എന്നുള്ള ഒക്ടലിൻ്റെ ബൈനറി 010 ആണ്. അങ്ങനെ 7 എന്നുള്ള ഒക്ടലിൻ്റെ ബൈനറി 111 ആണ്. 8 എന്നുള്ള ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ എന്ന് വെച്ചാൽ 10 എന്നുള്ള നമ്പറാണ്. അതായത് 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടത്തെ ഭാഗത്ത് ഒരു നമ്പർ വരും. അതായത് നമ്മൾ 10 കഴിഞ്ഞാൽ പിന്നെ 9 കഴിഞ്ഞാൽ 10 ആവുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ബൈനറി നമ്പർ 001, അതായത് 1ൻ്റെ ഇക്വലൻ്റ് ബൈനറി 0ൻ്റെ 000. ഇനി 10 കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വലൻ്റ്, അതിൻ്റെ 8ൻ്റെ ഇക്വലൻ്റ് ആണ് 10. അപ്പോൾ 9ൻ്റെ ഇക്വലൻ്റ് 11. അപ്പോൾ അതിൻ്റെ ബൈനറി നമ്പർ 1ൻ്റേത് 001, വീണ്ടും 1ൻ്റേത് 001. അപ്പോൾ ഈ രൂപത്തിലുള്ള നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ഒരു ബൈനറി ഡിജിറ്റ് അതിൻ്റെ ലോവസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് മുതൽ ഏറ്റവും വാല്യൂ കുറഞ്ഞ ബിറ്റ്, അതായത് വലത്തെ ഭാഗത്തുള്ള ബിറ്റ് മുതൽ 3 ബൈനറി നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 111 ഗ്രൂപ്പ് ചെയ്യുക, 100 ഗ്രൂപ്പ് ചെയ്യുക, 11 ഗ്രൂപ്പ് ചെയ്യുക, 010 ഗ്രൂപ്പ് ചെയ്യുക, 101 ഗ്രൂപ്പ് ചെയ്യുക, 100 ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഈ 111ൻ്റെ ഇക്വലൻ്റ് ഒക്ടൽ നമ്പർ എന്ന് വെച്ചാൽ 7 ആണ്. 001ൻ്റേത് 1 ആണ്. 111 വീണ്ടും 7, 010 2, 101 5,
0011. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലൻ്റ് ഒക്ടൽ നമ്പർ. ഓക്കെ, അപ്പോൾ 3 ബിറ്റുകളെ ഗ്രൂപ്പ് ചെയ്യുക, അവയെ അതിൻ്റെ ഇക്വലൻ്റ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 3 ബിറ്റായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ വാല്യൂ 7 ആയിരിക്കും, മിനിമം വാല്യൂ 0 ആയിരിക്കും. 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിന് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇനി ഒക്ടലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ ഇക്വലൻ്റ് 3 ബിറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ 305 എന്നുള്ള ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5ൻ്റെ ഇക്വലൻ്റ് ബൈനറി 101 0 0 0 0, 3യുടേത് 0 1 1. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലൻ്റ് ബൈനറി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചിത്രം വഴി കാണിച്ചിട്ടുണ്ട്. 5ൻ്റേത് 101, 0ൻ്റേത് 0 0 0, 3ൻ്റേത് 0 1 1. എന്നിട്ട് അത് ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് ഇക്വലൻ്റ് ബൈനറി ലഭിക്കും. ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 1 2 3 എന്നുള്ളത് ഒരു ഒക്ടൽ നമ്പറാണ്. അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഹെക്സാ ഡെസിമലിലും ബൈനറിയിലും ഒക്കെ ചെയ്ത പോലെ അതിൻ്റെ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ലോവസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിൻ്റെ വെയിറ്റേജ് 8⁻0 ആയിരിക്കും. അതിൻ്റെ അടുത്തത് 8⁻1, 8⁻2. ഇനി അതിൻ്റെ നമ്പേഴ്സുമായി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇക്വലൻ്റ് ഡെസിമൽ കിട്ടും. 3 × 8⁻0, 2 × 8⁻1, 1 × 8⁻2. അപ്പോൾ 3 × 1 3, 2 × 8 16, 1 × 64 64. എന്നിട്ട് അത് കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇക്വലൻ്റ് ഡെസിമൽ നമ്പർ 83 കിട്ടും. ഇനി ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ, അതും നമ്മൾ മുൻപ് ചെയ്ത പോലെ ഹെക്സാ ഡെസിമലിലും ബൈനറിയിലൊക്കെ ചെയ്ത പോലെ തന്നെ. ബൈനറിയിൽ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു, ഹെക്സാ ഡെസിമലിൽ 16 കൊണ്ട് ഹരിച്ചു. ഇവിടെ നമ്മൾ ഒക്ടൽ നമ്പറിൻ്റെ ബേസ് ആയിട്ടുള്ള 8 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ 210 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 210നെ 8 കൊണ്ട് ഹരിക്കുക. 21ൽ 2 പ്രാവശ്യം, ബാക്കി 5. 50ൽ 6 പ്രാവശ്യം, 48. ശിഷ്ടം 2 കിട്ടി. അപ്പോൾ 26ൽ 3 പ്രാവശ്യം, അപ്പോൾ കോഷ്യൻ്റ് 3 കിട്ടി. 3 8 24, ശിഷ്ടം 2. അപ്പോൾ 3നെ നമ്മൾ 8 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം ആണ് ഈ 3 ആയിട്ട് കിട്ടുക. അപ്പോൾ 3നെ MSB ആയിട്ട് എടുക്കുക. 3 2 2 ആയിരിക്കും ഇക്വലൻ്റ് ഒക്ടൽ നമ്പർ. അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ സിമ്പിളാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ നോട്ട് ചെയ്യുക. അവസാനം കിട്ടുന്ന റിമൈൻഡർ MSB ആയിരിക്കും. ആദ്യം കിട്ടിയ റിമൈൻഡർ LSB ആയിരിക്കും. ഇനി മറ്റൊരു നമ്പർ സിസ്റ്റമാണ് BCD, അതായത് ബൈനറി കോഡഡ് ഡെസിമൽ. BCD യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറി കോഡ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി കോഡ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ബൈനറി കോഡഡ് ഡെസിമൽ. ബൈനറി കോഡഡ് ഡെസിമലിന് ഒരു ഉദാഹരണമാണ് 8421 കോഡ്. 8421 കോഡിൽ 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെ 4 ബിറ്റ് ബൈനറി കോഡ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുക. ഈ 8421 എന്ന് വെച്ചാൽ ബൈനറിയുടെ വെയിറ്റേജ് ആണ്, 4 ബിറ്റുകളുടെ വെയിറ്റേജ് ആണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിൻ്റെ വെയിറ്റേജ് 2⁻0 ആയിരിക്കും. 2⁻1, 2⁻2 ആൻഡ് 2⁻3. ഈ 2⁻3 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇക്വൽ ടു 8, 2⁻2 4, 2⁻1 2, 2⁻0 1. ഈ രൂപത്തിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് BCD. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 8421 കോഡ്. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും.
അപ്പോൾ നമുക്ക് ഡെസിമൽ ഡിജിറ്റും അതിൻ്റെ ഇക്വലൻ്റ് BCDയുമാണ് ഈ ടേബിൾ കാണിച്ചിട്ടുള്ളത്. 0ൻ്റെ BCD 0000, 1ൻ്റേത് 0001, 2 0010, 3ൻ്റേത് 0011, 4 0100. അങ്ങനെ 9ൻ്റെ ഇക്വലൻ്റ് BCD 1001. അപ്പോൾ 439 എന്നുള്ള ഒരു നമ്പറിനെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഡിജിറ്റിൻ്റെയും 4 ബിറ്റുകളുള്ള ഇക്വലൻ്റ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. 439നെ 4ൻ്റെ ഇക്വലൻ്റ് BCD 0100, 3ൻ്റെ ഇക്വലൻ്റ് BCD 0011, 9ൻ്റെ ഇക്വലൻ്റ് BCD 1001. അത് ഒരുമിച്ച് എഴുതുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1ൻ്റെ മുന്നേ ആണ് 0 വരുന്നതെങ്കിൽ നമുക്ക് 0 ഒഴിവാക്കാതിരിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലൻ്റ് BCD. 439ൻ്റെ ഇക്വലൻ്റ് BCD ആണ് 1000111100. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഡിഫറെൻ്റ് നമ്പർ സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഡെസിമൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. ബൈനറി, ഹെക്സാഡെസിമൽ, ഒക്ടൽ, ബൈനറി കോഡ് ഡെസിമൽ എന്നീ നമ്പർ സിസ്റ്റങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അവയെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും ബൈനറിയുടെ അഡീഷനും നമ്മൾ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.